ഇപ്പോൾ നമ്മൾ ഒറ്റപ്പാലം എത്തിക്കൊണ്ടിരിക്കുക. 1:15 ഒരു 2 മണിക്ക് നമ്മളെന്താവും പാലക്കാട് ഇറങ്ങും. പാലക്കാട് ഇറങ്ങുമ്പോഴേക്ക് എന്താവും നിഹാൽ അവിടെ വരും ജിംനി ആയിട്ട്. അപ്പോൾ പിന്നെ ജിംനി എടുത്തിട്ട് കയറാം നെല്ലിയാമ്പതി. ഇവൻ്റെ അടുത്തൊക്കെ എന്തെങ്കിലും ഒരു സമയം പറഞ്ഞാൽ 12:45 പറഞ്ഞിട്ട് 3 മണി കഴിഞ്ഞു. ഇങ്ങനെയുള്ള കമ്പനിക്കാർ ഇനി ഉണ്ട് എനിക്ക്. അതിനെ എപ്പം നോക്കിയാലും കള്ളത്തിലല്ലാതെ പറയില്ലല്ലോ. ഓ സീന് ഇനിയിപ്പോൾ ഇവരുടെ അടുത്ത് ബാക്കി കേൾക്കണല്ലോ. സീനില്ല, സെറ്റാക്കാം. ഐഡിയ ഉണ്ടോ? അതാ വരുന്നുണ്ടല്ലോ ഒരു വണ്ടി, ഫ്ലൂറസെന്റ് പച്ച. അല്ല മോനെ, സമയം എത്രയാ ഇപ്പൊ സമയം എത്രയാ? നല്ല ടീമാ. ലോക്ക് തുറന്നു കൊടുക്ക്, ലഗേജ് ഇട്ടിട്ട്. നമുക്ക് ഏത് ചെക്ക് പോസ്റ്റ്? പിന്നെ 5 മണി മുമ്പ് കിടക്കുന്ന 5 മണിന്റെ മുന്നേ നെന്മാറ ചെക്ക് പോസ്റ്റ്, അതായത് ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റിൽ എത്തണം. ഇതൊക്കെ രാവിലെ പറഞ്ഞല്ലേ? രാവിലെ അല്ല, ഇന്നലെ രാത്രി പറഞ്ഞല്ലേ. കേസിലേക്കായി 3 മണി 3:15 5 മണിയാകുമ്പോഴത്തേന് നമ്മൾ അവിടെ എത്തിക്കും. ശരിക്കും 2.5-2.25 മണിക്കൂർ കാണിക്കേണ്ടി നമ്മുടെ ഡ്രൈവ്. കേസില്ല, അത് നമ്മൾ എത്തിക്കുന്ന പറഞ്ഞാൽ എത്തിക്കുക. അതിനുള്ള കളി നമ്മൾ കളിക്കും അല്ലേ? പിന്നെ എന്നാ മതി, എത്തിയാ മതി. അതിനൊക്കെ വേണ്ടിട്ടല്ലേ കാര്യം നമ്മൾ കളി കളിക്കുന്നത് ഇവിടെ. പാലക്കാടിന്റെ മുത്ത് ഷാനിലതാ ബാക്കിലിരിക്കും. പിന്നെ അല്ല, പിന്നെപ്പോ എന്താ ഇങ്ങനൊക്കെ വിടേണ്ട വല്ല കാര്യമുണ്ടോ? നിങ്ങളെ റോഡില്ല കേരളത്തിൻ്റെ ഗതാഗത മന്ത്രി അതുപോലെ PWD മന്ത്രി എല്ലാവരും കൂടി ഒന്ന് ഇതാക്കിയിട്ട് എന്തിനാ വെച്ചാൽ ഇവിടെ നല്ലൊരു റോഡ് ഉണ്ടാക്കി തരണം നമുക്ക്. 140-150 ഒക്കെ കയറ്റാൻ. ഇതിപ്പോ റോഡ് ലിമിറ്റ് എത്ര വെച്ചാൽ അതിലേ പോകാൻ പറ്റുന്നുള്ളൂ. ഇതിന്റെ മീറ്റർ നോക്കിയിട്ട് ഇനി ആരും ഇങ്ങോട്ടേക്ക് വരാൻ നിൽക്കണ്ട. ഇതിന്റെ മീറ്റർ കംപ്ലൈന്റാ. ഇത് 10 ഓടുമ്പോൾ 40-30 ഒക്കെ കാണിക്കും. വേണം നോക്കിയോളൂ, ഇപ്പൊ 10 കിലോമീറ്റർ സ്പീഡ് പോകുമ്പോൾ 40 കാണിക്കും. പെട്രോൾ അങ്ങനെയാണോ? പെട്രോളും കുഴപ്പമില്ല, പെട്രോൾ പിന്നെയും കുഴപ്പമില്ല. പക്ഷെ മീറ്റർ കംപ്ലൈന്റ്. അപ്പൊ കണ്ട 60 പോകുന്നത്, പക്ഷെ നമ്മൾ ശരിക്കും 30 പോകുന്നത്. അപ്പൊ നേരത്തെ നമ്മൾ 120 വരെ കയറിയത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പക്ഷെ അത് 60 എങ്ങാനും പോയപ്പോഴാണ് 120. മീറ്റർ കംപ്ലൈന്റ്. ജിമിനിക്ക് എല്ലാത്തിനുള്ളൊരു കംപ്ലൈന്റ് ആണ്. ഇതിപ്പോ നെന്മാറല്ലേ? ഇതിപ്പോ നെന്മാറ. ഇവിടുന്ന് എത്ര ദൂരം ഉണ്ട് എന്റെ വീട്ടിലേക്ക്? കൊറേ ഉണ്ടെന്ന് പറഞ്ഞ, അല്ലെങ്കിൽ എല്ലാരും കൂടി അങ്ങോട്ട് കെട്ടിയെടുക്കുന്നത്. താലുള്ള കളിയാണ്. ഇപ്പൊ നാളെ ഞാൻ A4 ഷീറ്റ് വാങ്ങിയില്ല കേട്ടോ. നാളെ നമുക്ക് DFO ഓഫീസിൽ പോകണം. എന്തൊക്കെ നാളെ പണിയുള്ള ട്രയൽസ് ഒന്ന് ചെക്ക് ചെയ്യണോ? ട്രയൽസ് നമ്മളൊന്ന് നോക്കും. നമ്മളെ ഇപ്രാവശ്യത്തെ WCന്റെ മൺസൂൺ ഡ്രൈവ് എന്താവണമെന്ന് അറിയോ? കത്തി കയറണം. ഇപ്രാവശ്യത്തെ മൺസൂൺ ഡ്രൈവ് നമ്മൾ വേറെ തന്നെ ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള രീതിയിലാണ് ചെയ്യുന്നത്. നമ്മളൊരു 2 മാസം മുമ്പേ ഇറങ്ങിയിട്ട് പോകുന്നത്. പിന്നെ ഇന്നിപ്പോ നമ്മൾ ട്രയൽസ് ചെക്ക് ചെയ്യും. അവിടുത്തെ നൈറ്റ് നമുക്കൊരു സഫാരി നമ്മളെ സ്വന്തം ജീപ്പിൽ ചെയ്യാൻ പറ്റുമോ നോക്കുന്നുണ്ട് ഫോറസ്റ്റ്. ശരിക്കും അതിന്റെ പെർമിഷൻ കിട്ടിയാലേ നമുക്ക് കാര്യമുള്ളൂ. അതാണ് ഇതിനുള്ള പെർമിഷൻ. സഫാരി നമ്മളെ വണ്ടിയിൽ ചെയ്യാനുള്ള പെർമിഷൻ എങ്ങനെങ്കിലും ഒപ്പിക്കണോ? ഈ മല കഴിഞ്ഞിട്ട് അതിന്റെ ഇതെന്ന് പറഞ്ഞാൽ മല കയറിയിട്ടാണ് നമ്മൾ പോകുന്നത്. നമ്മൾ എസ്റ്റേറ്റ്, അതായത് നമ്മൾ പോകുന്ന ഈ ബംഗ്ലാവ്, അതായത് നമ്മളെ പ്രോഗ്രാം നടത്താൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തുനിന്ന് ഒരു ഇത്തിരി കൂടി അങ്ങോട്ട് പോയാൽ നമ്മളെ തമിഴ്നാട് ബോർഡറാണ്. അതായത് നമ്മൾ അങ്ങോട്ട് കയറുക, കൊടൈക്കനാല് ആ സൈഡിലേക്ക് എന്ത് വെച്ചാലും മറയും. അത് തമിഴ്നാടാണ്. അപ്പം കുറേ ലിമിറ്റേഷൻസ് ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ നമുക്ക്. അപ്പോൾ ഈ ലിമിറ്റേഷൻസ് ഒക്കെ എന്താ വെച്ചാൽ നമ്മൾ വയലേഷൻ ഒന്നും ഇല്ലാത്ത രീതിയിൽ കൈകാര്യം ചെയ്യണം. ലിമിറ്റേഷൻസിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് എന്നാലും നമുക്ക് മാക്സിമം എത്രത്തോളം എൻജോയ് ചെയ്യാൻ പറ്റുമോ ആ എൻജോയ്മെൻറ്റ് നമ്മൾ എന്താണെന്ന് വെച്ചാൽ എൻജോയ് ചെയ്യും വേണം. അതെ, ഇവിടാണോ 5 മണി മുമ്പ് എത്തണം പറഞ്ഞത്? അല്ലല്ലോ, ഇത് പോത്തുണ്ടിയല്ലേ? വിടുന്നില്ലല്ലോ. ഉണ്ട്, ഒന്ന് പോയി നോക്കി, നിങ്ങൾ ഒന്ന് സംസാരിക്കും. പോയിക്കൂടെ? മിസ്റ്റി വാലിയിൽ സ്റ്റേ. ആന വാരിയിലൊക്കെ കാണുന്നുണ്ടല്ലോ. ഫുഡ് ഫുഡൊന്നും കൊടുക്കലില്ലോ. അവിടുന്ന് ബൈക്കൊക്കെ വരുന്നുണ്ടല്ലോ. കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ അല്ല, കുറെ നല്ലോണം കാര്യങ്ങൾ പറഞ്ഞുണ്ട് അവര്.
പിന്നെ നമ്മളെ പരിപാടി ഇവിടെ നടക്കുമെന്നുള്ള ചാൻസ് വളരെ കുറവാണ്. ഒരു പറഞ്ഞ പ്രകാരേ നമ്മളെ പരിപാടി ഇവിടെ നടക്കാൻ ചാൻസ് കുറവാണ്. ആണല്ലേ? ആനതാ ഫ്രഷ് ഇതപ്പോ ഓടി ഓട്ടത്തിൽ ഇട്ട് പോയുണ്ടോ? പടകം പൊട്ടി ഓടി ഓട്ടത്തിൽ മുട്ടിയപ്പോഴേ അത് ഇട്ടോയതാ. ഞാൻ വിചാരിച്ച റബ്ബർ ബുള്ളറ്റ് ആയിരുന്നു. രണ്ടുണ്ട് സംഭവം കയ്യിലുണ്ടോരെ. പൊട്ടിച്ചിട്ട് പോയില്ലെങ്കിൽ മറ്റേ അടിച്ചു കൊടുക്കാനാ. അതല്ല പറഞ്ഞേ, നമ്മള് വിചാരിച്ചത് കാറ് നോർമൽ കാറ് കയറൂല, 4x4 വണ്ടി മാത്രമേ വിചാരിച്ചിട്ടാ പറഞ്ഞേ. അപ്പൊ ഞാൻ പറഞ്ഞു അല്ല സാറേ ജിമ്മിയാണ് അത് എവിടെ വേണേലും വലിഞ്ഞു കയറാ പറയാ. അതല്ലടാ കുരുപ്പ, വണ്ടി വിടൂല അവിടെ. പിന്നെ ഈ ടാക്സി ജീപ്പുകൾ ഉണ്ട്, ആ വണ്ടി മാത്രമേ കയറ്റി വിടുള്ളൂ പറഞ്ഞു. അങ്ങനെ ഉണ്ടോ? അങ്ങനെ ഉണ്ട്. അല്ല ഇത് കൊണ്ട് പോകാൻ പറ്റൂല. ഞാനില്ല കേട്ടോ, ഞാൻ തിരിച്ചിറങ്ങേ. എനിക്ക് ടാക്സി ജീപ്പ് കയറാൻ പറ്റൂല. അത് നമ്മള് കേറ്റൂല. അതിന് നമ്മള് കേറ്റാനുള്ള കളി നമ്മള് കളിക്കൂലേ? അത് അത്രേ ഉള്ളൂ. ഒന്നും കാണാണ്ട് ഇപ്പൊ നമ്മൾ ഈ വണ്ടിയിൽ 4 ആളങ്ങ് പോരില്ലല്ലോ. ഷാനിലെ വെള്ളവും സ്നാക്സും കിട്ടണേ മോനെ. നേന്ത്രപ്പഴവും വെള്ളവും. എനിക്ക് എപ്പോഴും ചെറിയ ചാറ്റൽ മഴ, ചെറിയ കോട. ചാറ്റൽ മഴയോരത്ത് ചാറ്റൽ മഴ ചോദിച്ചു കാറ്റേ കാറ്റേ വരുമോ, അതാണ് നിങ്ങൾ ഉദ്ദേശിച്ച യോരത്ത് ചാറ്റൽ മഴ ചോദിച്ചു കാറ്റേ കാറ്റേ വരുമോ. അതതിന്റെ കൂടെയുള്ള അത് നിങ്ങക്ക് കിട്ടൂല. രാവിലെ തന്നെ എണീച്ച് ഷഡ്ജൊക്കെ ഇട്ട് കളിക്കുന്നവർക്കേ കിട്ടുള്ളൂ. ഇനിയിപ്പോ 10 കിലോമീറ്റർ ഉണ്ട്. ഇനി 10 കിലോമീറ്റർ ചെക്ക് പോസ്റ്റിലേക്ക് ഉണ്ട്. പിന്നെ കഴിഞ്ഞിട്ട് ഒരു 1.5 മണിക്കൂർ ഓഫ് റോഡ് ഉണ്ടാവും. 1.5 മണിക്കൂർ ചെക്ക് പോസ്റ്റിനുള്ളിൽ പോകണ്ടല്ലേ? ഫോറസ്റ്റ് കയറി പോവാൻ. അപ്പോഴേക്ക് രാത്രിയാവല്ലോ. രാത്രിയാവും. ഇന്നിപ്പോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും ചിലപ്പോ പോകുന്നതായിരിക്കും അല്ലേ? സീനാവുള്ള ചാൻസ് ഉണ്ട്. ചെറിയ പാക്കറ്റ് ബിസ്ക്കറ്റ് ഉണ്ടോ കേട്ടോ? ചെറിയ പാക്കറ്റ് ബിസ്ക്കറ്റ് ഉണ്ടോ? റേഞ്ച് ഇല്ലല്ലോ ഇവിടെ. പൈസ കൊടുക്കാന് എത്ര നല്ല മുറുക്കല്ലേ? അടിപൊളി, നല്ല ക്രിസ്പ്. ഇത് ഇവിടെ അമ്മ ഉണ്ടാക്കിയ? ആരമ്മ? ഞാൻ നാട്ടിൽ നിന്ന് വാങ്ങിച്ചാ. 2 മുറുക്കുണ്ടാ? ഞാൻ വിചാരിച്ചു ഇവിടെ ബടായി ഒക്കെ കേട്ടപ്പോളേ ഓളം വെച്ചുണ്ടാക്കി. 4 കൊണ്ട് ചെറിയ നുറുക്കത് ഒന്നുകൊണ്ടാ. എന്താ പറയാ, ഓഫ് റോഡ് കയറുമ്പോ മുറുക്കും കൂടി തിന്നുമ്പോ റിസ്ക് ആണ്. റിസ്ക് എടുത്തിട്ട് റസ്ക് എന്നാണ് എനിക്ക് ഇഷ്ടം. മുറുക്ക് തുടങ്ങിട്ടോ, പരിപാടി തുടങ്ങിട്ടോ. മോനെ കുട്ടി കയറിട്ട് ഹനുമാൻ കീർ വലിക്കൊന്നും എടുത്തില്ല. ഏത് പോകും ഇതില് ഈ റൂട്ട് പോയിട്ട് വേണല്ലേ ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ്? ഞാൻ ആദ്യമായിട്ടാണ്. എന്താ പറയാ, ഇനി ഒരു ഇത് വീഡിയോ എടുത്ത് പ്രചരിപ്പിച്ച് എല്ലാരും കൂടി ഇനി ഇങ്ങോട്ട് വരും എന്നൊക്കെ പറയും. പിന്നെ ടൂറിസം വികസിക്കട്ടെ. ഇവർക്ക് ഇവിടെ വികസിക്കണ്ടെന്നുള്ള മൂടാ. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു പൂട്ടിച്ച് നടക്കുന്ന ഒരു ഏരിയ ആണ്. എനിക്കൊണ്ടല്ലോ ഇവിടെ ആളധികം എത്താത്ത. മനസ്സിലായില്ലേ? മരം വീണിക്കുന്നു. വെട്ടി മാറ്റണക്കായി. വില്ലീസിലാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ നിർത്തി വെട്ടി മാറ്റി കൊടുക്കുക. മഴവും ടാക്സൊക്കെ എടുത്ത് ശവലും ഒക്കെ ആയി തന്നെ ഉണ്ടല്ലോ. കംപ്ലീറ്റ് ഫോറസ്റ്റ് റൂട്ട് തന്നെ അല്ലേ ഇത്? അതെ. ഇപ്പം ഇവിടെ നിർത്തിയതാ നമ്മളങ്ങോട്ട് വിടാൻ വേണ്ടിയിട്ടേ. അല്ലാണ്ട് ഇങ്ങോട്ട് വിടും, അല്ലെങ്കിൽ നമ്മൾ കുടുങ്ങും. അല്ലെങ്കിൽ നമുക്ക് ആ ചെക്ക് പോസ്റ്റിൽ അവിടെ ഇങ്ങനെ നോക്കിക്കാനേ പറ്റുള്ളൂ. ജിമ്നി ഒന്ന് ട്യൂൺ ചെയ്ത് സൈലൻസറൊക്കെ ഒന്ന് മാറ്റി പെട്രോളിക്കൊക്കെ കയറ്റി എന്നിട്ട് ഇതൊക്കെ ഇങ്ങനെ കയറ്റി പോകണം. സൗണ്ടൊക്കെ ഇങ്ങനെ മജാപ്പയില്. ഇത് മോളാണ് ഇപ്പൊ. നല്ലൊരു ആൺകുട്ടിയാക്കി എടുക്കണം. ലെഫ്റ്റ് കൂട്ടിയിട്ട് വാ. അല്ല നിഗോ, എനിക്ക് എന്തെങ്കിലും ഇപ്പൊ പാടാൻ തോന്നുന്നുണ്ടോ? ഈ സമയത്ത് എനിക്ക് പാടാൻ സൺസെറ്റിന്റെ ടൈമില്. പക്ഷെ ഈ ട്രാക്കിന്റെ
എന്താ പറയാ ട്രയൽസിന്റെ ഒരു ഇത് കാഠിന്യം കൊണ്ട് കാഠിന്യം കൊണ്ട് ഞാനിപ്പോ ഒന്നും പാടില്ല. സംഭവേ ഈ റൂട്ട് കിട്ടിക്കഴിഞ്ഞാലേ പൊളിക്കും, അടിപൊളിയാവും. ഒരു 10-20 വില്ലീസ് വൺസ് ഇൻ എ ലൈഫ് എക്സ്പീരിയൻസ്. ഇത് നമുക്ക് എങ്ങനെങ്കിലും ഒപ്പിച്ചെടുക്കാൻ പറ്റിയാൽ സൂപ്പർ. നമ്മൾ പോകാൻ പറ്റുന്ന മാക്സിമം നമ്മൾ പോകും. ഏത് തല വരെ നമ്മൾ പോയിട്ട് നമുക്ക് എടുക്കാൻ പറ്റാണ്. വില്ലീസേ സൈലന്റ് ആയിട്ട് അങ്ങനെ ഈ റൂട്ടിൽ ഇങ്ങനെ പോവാ. ചെറിയൊരു ചാറ്റൽ അതിലേക്ക് പാട്ട് കൊടുക്കണോ? അതാണല്ലോ അതിന്റെ ഇൻപുട്ട്. ഇത് 5 മണി പറയുന്നത് വെറുതെ അല്ല. ഇരുട്ടായി കഴിഞ്ഞാൽ അങ്ങോട്ട് കയറൽ ടാസ്കാ. ആന, പുലി, കടുവ, സിംഹം സീനാണ്. ഇതിപ്പോ നമ്മൾ ചിലപ്പോ ഇപ്പൊ പോകുമ്പോ തന്നെ സീനാവും. അല്ലേ? ഇപ്പൊ പോകുമ്പോ തന്നെ ആനയും കാട്ടി എന്തായാലും നിങ്ങൾ പ്രതീക്ഷിച്ചോളി. അതിന്റെ മുകളിലോട്ടേക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വെറുതെ കുത്തി പൊളിക്കണോ? നമുക്ക് ഇതല്ല നല്ലേ. മാറി കൊടുക്കുന്നില്ലല്ലോ. ലൈറ്റ് ഇട്ടോ, പ്രശ്നമില്ല. മൂപ്പര് പാസ് അടിക്കുന്നുണ്ട്. അത് മാറാൻ വേണ്ടിട്ടാ. ഗ്ലാസ് നോക്ക്. എന്ത് സൈസാ ഈ ഗ്ലാസ് നോക്ക്. സ്റ്റോപ്പ്. ഓടിച്ചു രാധാകൃഷ്ണനെ കുറച്ച് മുറുക്കായിട്ട് കൊടുത്തിട്ട് ഫുള്ള് സ്റ്റോറി കൊണ്ട് പിന്നെ നമുക്ക് ഇവിടെ എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത് ഷാനല്ലേ നുറുക്ക് തീർക്കണ്ട. നമ്മളിപ്പോ എത്ര മണിക്കൂറായി തുടങ്ങിയിട്ട് ഈ ഡ്രൈവ്? 2.5 മണിക്കൂർ ഇതേ ട്രയൽസ്. ഏകദേശം മിസ്റ്റി വാലി ഹിൽ റിസോർട്ടിന്റെ 5 മണിക്കൂർ 2 മണിക്കൂർ. 5 മണി പറഞ്ഞപ്പോ ടൈം എത്രയായി? 6:30 കഴിഞ്ഞ് 6:45. 2 മണിക്കൂർ 2.5 മണിക്കൂർ ഡ്രൈവ് ഉണ്ട് അല്ലേ? എന്നാലേ രാത്രി ആകുമ്പോ സംഭവം ചെറിയൊരു പേടിയൊക്കെ ഉണ്ട്. ഏത് സൈസ് സാധനത്തിന് ഞങ്ങളിപ്പോ അവിടെ കണ്ടത്? ഏതില്ലേ? കാണിച്ചു കൊടുക്കി അല്ലേ? മിസ്റ്റി വാലിന്റെ അടുത്തേക്ക് എത്തുമ്പോ ചെറിയൊരു സുഖം അല്ലേ? ഒന്നാമത് ഈ ജീപ്പിന് പറ്റ പോരാൻ തോന്നുന്നുണ്ട് വണ്ടി. കുഴപ്പമില്ലേ? നല്ല വണ്ടിയാ. ഇത്രയും കുലുക്കോ? ഷാനിൽ എന്താ എന്റെ അഭിപ്രായം? ഒന്നല്ലല്ലോ വരുന്നത്. അങ്ങനെ ആനപ്പിണ്ടോ ഫ്രഷ്. അല്ല, ഞാൻ അങ്ങനെ ഒരു വണ്ടിനെ കുറ്റം പറയല. പക്ഷെ നമ്മൾ ഉപയോഗിക്കുന്നത് വെച്ചിട്ട് ഏലത്തോട്ടാ ഷാനിലെ നമ്മൾ ഈ വില്ലീസ് തന്നെ ഉപയോഗിച്ചിട്ടാണോന്ന് അറിയില്ല. അതായിട്ട് പോകുന്നൊരു കംഫേർട്ട് ഇത് കിട്ടൂലേ? അതില്ല. സത്യം പറഞ്ഞാൽ മൊത്തം ബോഡി ഇളകിപ്പോയി. മറ്റത് നമ്മൾ അറിയൂല. ഇതിലേ പ്രശ്നം എന്താ വെച്ചാ ഈ സൈഡിലൊക്കെ സാധനം ഉണ്ടാവും. ആനെ എന്ത് സാധനം ഉണ്ടാവും. ടോർച്ചിന്റെ സുഖം ഇങ്ങനെ അടിക്കുന്ന ഒരു ടോർച്ച് മാത്രല്ല, നമ്മൾ ഈ ഓഫ് റോഡ് വണ്ടിയാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇതിന് 80 ടയറും സസ്പെൻഷനും. ഇതിലിപ്പോ ഈ ചെയ്യേണ്ട മുകളില് റൂഫ് റാക്ക് കൊടുക്കുക, അതിന്റെ മുകളിൽ 4 ഭാഗത്തേക്ക് നല്ല LED ബാർ കൊടുക്കുക, 2 ഇഞ്ച് ലിഫ്റ്റ് ചെയ്യുക, empty ടയർ ഇടുക, സ്കിഡ് പ്ലേറ്റും കൊടുക്കുക. ഇത്രയും ചെയ്താല് എന്താക്കാം, കംപ്ലീറ്റ് നമുക്ക് എന്താക്കാം, ഓഫ് റോഡ് സ്പെക്കിലേക്ക് മാറ്റാം. അതാ മോനെ എത്തി. ഇതാണോ നമ്മൾ ഈ ഒരു പ്രോപ്പർട്ടിന്റെ ലൈറ്റ് കൂടെ കണ്ടപ്പോ ചെറിയൊരു സുഖം. വേറൊരു കാര്യമുണ്ട്, രാത്രി ജസ്റ്റ് വണ്ടി വെച്ച് ഇങ്ങോട്ട് ഇറങ്ങാന്നൊന്നും വിചാരിക്കണ്ട. മിസ്റ്റി വാലിന്റെ മുറ്റത്ത് തന്നെ കാട്ടിക്കൂട്ടുള്ളത്. കാട്ടുപോത്ത്, ആന, പുലി പറയാൻ പറ്റില്ല. കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്. കണ്ടില്ല. ജസ്റ്റ് ഒരു പ്രാവശ്യം കണ്ടിട്ടുണ്ട്. ഫ്രണ്ടിനല്ലേ. നമുക്കിപ്പോൾ എന്ത് ചെയ്യാന്നറിയോ? ഇപ്പോൾ ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആവാം. ഫ്രഷ് ആയിട്ട് ഫുഡ് കഴിക്കാം. സഫാരിക്ക് ഇപ്പം ഏതായാലും പോകണ്ട, മാക്സിമം ലേറ്റ് ആയിക്കോട്ടെ. മിഡ് നൈറ്റ് ആയി കിട്ടിയാൽ എന്താണ് ഉറങ്ങിയിട്ടായിരിക്കും. ഉറങ്ങുന്നല്ല, രാത്രി ഓവർ ലേറ്റ് ആവുന്നതിനനുസരിച്ച് എന്താ അറിയോ, ആളിറങ്ങും. അപ്പോൾ ഒരു മാക്സിമം 12 മണി. ഒരു പുലീനെ കിട്ടിയാൽ മുതലായി. ചാൻസ് ഉണ്ട്. അപ്പോൾ എന്താക്കാം, മാക്സിമം ലേറ്റ് ആയിട്ട് ഇറങ്ങാം. ആദ്യം ഒന്ന് ഫ്രഷ് ആവാം, എന്നിട്ട് ഫുഡ് അടിക്കാം. അല്ലേ ഇപ്പം അതിനകത്ത് ടൈം ആയില്ലല്ലോ. ഉള്ളിൽ കയറ്റിയിട്ടാണ് നല്ല ലേറ്റായി. എന്താ അറിയോ, നമ്മൾ പെട്ടെന്ന് പോകണം. കാരണം വൈൽഡ് ലൈഫിന് പ്രശ്നം എന്താ പറയുക,
രാത്രി അല്ല, സഞ്ചാര പോയി, നമ്മളത് കഴിഞ്ഞില്ലേ? നേരം വെളുത്ത് ഓൾറെഡി ഇപ്പൊ നല്ല ലേറ്റ് ആണ്, നമ്മൾ ഓൾറെഡി നല്ല ലേറ്റ് ആണ്. ചലോ സഫാരി ചലോ. ഇന്നലെ കിട്ടി, ഇന്നലെ രാത്രി സഫാരി പോകുമ്പോളേ വന്നില്ല, നേരിട്ട് വന്നില്ല ആന. നേരിട്ട് വന്നോ? പിന്നെ ആന വണ്ടിയിട്ട് ഒറ്റ ഞാൻ വണ്ടി നേരിട്ട് വന്നു, ആന വണ്ടിന്റെ നേരിട്ട് വന്നു. ഒരു അപ്പുറത്ത് വീടുണ്ട്, വീട് പൊളിച്ചുകൊണ്ടിരിക്കുകയാണത്. വീട് പൊളിക്കുക. നേരിട്ട് ഇങ്ങോട്ട് വന്നു. കോൺട്രാക്ട് കൊടുത്താ പോരാ വിളിക്കാൻ. സെറ്റ്